2014 മുതൽ കേരളത്തിലെ മാപ്രകൾ പെട്രോൾ വില എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി കൂട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് പല സ്ഥലത്തു നിന്നും പടച്ചുവിട്ടത്. എന്നാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മാപ്ര പെട്രോൾ വില കൂട്ടുന്നുണ്ട്, അത് കുറയ്ക്കണം എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയാൻ അവർക്ക് സാധിക്കില്ല. കാരണം പെട്രോളിൽ സംസ്ഥാനം എടുക്കുന്ന നികുതി, അത് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളം എടുക്കുന്ന നികുതിയെക്കാട്ടിലും കുറവ് നികുതിയാണ് കേരളത്തിൽ നിന്നും കേന്ദ്രം എടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പെട്രോൾ വില കുറയ്ക്കൂ എന്ന് പറയാൻ ഒരു മാപ്രയ്ക്കും നാവ് പൊങ്ങില്ല. എന്നാൽ ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് പ്രകാരം ഛത്തീസ്ഗഡിൽ 1,65,000 കോടി രൂപയുടെ ബഡ്ജറ്റാണ് അവിടെ അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റിൽ പെട്രോളിൻ്റെ വാറ്റ് കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. വാറ്റ് കട്ട് ചെയ്യുന്നതോടുകൂടി പെട്രോളിൻ്റെ വില അവിടെ ഗണ്യമായി കുറയും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. പക്ഷേ കേരളത്തിന് അത് സാധിക്കില്ല. കാരണം കേരളത്തിന് പെട്രോളിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കേരളത്തിൽ ഇവിടെ വ്യവസായമില്ല, കേരളത്തിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വരുമാന മാർഗമായി ആകപ്പാടെ ഒരു ലോട്ടറി ഉണ്ട്, പിന്നെ ബീവറേജസ് ഉണ്ട്, പിന്നെ പെട്രോൾ ഉണ്ട്, അങ്ങനെ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഛത്തീസ്ഗഡ് കാണിച്ച വലിയൊരു മാതൃക കൂടുതൽ സംസ്ഥാനങ്ങൾ പിന്തുടരുമെന്നാണ് നമുക്ക് വിചാരിക്കാൻ സാധിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഈ വാറ്റ് കട്ട് ചെയ്യുന്നതോടുകൂടി ഛത്തീസ്ഗഡിൽ പെട്രോളിന് ഗണ്യമായി വില കുറയും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. മണി കൺട്രോൾ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1,65,000 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഛത്തീസ്ഗഡ് സർക്കാർ ഏപ്രിൽ 1 മുതൽ പെട്രോളിൻ്റെ മൂല്യവർദ്ധിത നികുതി, അതാണ് വാറ്റ്, അത് കുറയ്ക്കാൻ തീരുമാനിച്ചു. ഭക്ഷ്യസുരക്ഷ, സ്ത്രീകൾ, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾക്ക് ഗണ്യമായ ധനസഹായമാണ് അവിടെ ഈ ഛത്തീസ്ഗഡ് ബഡ്ജറ്റിൽ അവർ നീക്കി വെച്ചിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ പെട്രോളിൻ്റെ വാറ്റ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതായും ഇത് ഇന്ധനവില ലിറ്ററിന് 1 രൂപ കുറയ്ക്കുമെന്നുമാണ് ധനമന്ത്രി OP ചൗധരി നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കവേ പ്രഖ്യാപിച്ചത്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഭാവി ബാധ്യതകൾക്കായി ഒരു ഫണ്ട് സൃഷ്ടിക്കുമെന്നും കാർഷിക അഭിവൃദ്ധി വർദ്ധിപ്പിക്കുന്നതിന് 10,000 കോടി രൂപ അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്ഥാവര സ്വത്ത് ഇടപാടുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി സെസ് നീക്കം ചെയ്യുമെന്നും സംസ്ഥാനത്തെ പ്രധാന നദികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സർവേ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ആകർഷണീയമായിട്ടുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ പെട്രോളിൻ്റെ വാറ്റ് കട്ട് ചെയ്യുമെന്നുള്ളതാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ പെട്രോൾ വില കുറയ്ക്കണം എന്ന് പറയാറില്ല. കാരണം കേരളമാണ് ഏറ്റവും കൂടുതൽ നികുതി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കം ഈ പെട്രോൾ വിലയെ GSTയിൽ കൊണ്ടുവരാനുള്ള നീക്കത്തെ, അങ്ങനെയാണെങ്കിൽ പെട്രോൾ വില കൊണ്ടുവരാനുള്ള നീക്കത്തെ കേരളത്തിലുള്ള പല മന്ത്രിമാരും ധനമന്ത്രി പോലും എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പായി പല ഭാഗത്തും പല ആൾക്കാരും തുറന്നു കാട്ടിയതാണ്. എന്തായാലും ഇപ്പോൾ ഛത്തീസ്ഗഡിൻ്റെ ഈ നീക്കം ഞെട്ടിക്കുന്ന നീക്കം തന്നെയാണ്. പല സംസ്ഥാനങ്ങളും, എസ്പെഷ്യലി BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഇത് തുടരാൻ, അതായത് ഈ പാത പിൻപറ്റാനുള്ള സാഹചര്യവും വളരെ കൂടുതലാണ്. ഒരുപക്ഷെ അവർക്ക് പിൻപറ്റേണ്ട സാഹചര്യം വരില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. കാരണം ഗുജറാത്തിലടക്കം പെട്രോളിന് 94 രൂപയൊക്കെയാണ് വിലയുള്ളത്. എന്നാൽ കേരളത്തിൽ 109, 107 രൂപയാണ് പെട്രോളിൻ്റെ വില. പക്ഷേ ഗുജറാത്തിൽ 94, ഉത്തർപ്രദേശിലും 100 രൂപയ്ക്ക് താഴെയാണ് പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത്. അവിടെയൊന്നും വലിയ പ്രശ്നമില്ല. കേരളമാണ് ഇപ്പോൾ പെട്രോൾ വിലയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.